ഇനിയുള്ളത് വൃശ്ചികക്കൂറാണ്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. 9 ഭാഗ്യസ്ഥാനത്താണ് ഗുരു ബുധ ശുക്രയോഗം ഉള്ളത്. അത് വളരെ ശക്തമായിട്ടുള്ള ഒരു പുരോഗതിയും ഭാഗ്യവും ഒക്കെ നൽകുന്ന ഒരു യോഗമാണത്. വിദേശ സംബന്ധമായിട്ടുള്ള പഠനങ്ങളോ ഗവേഷണം, അതുപോലെ മറ്റ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, വിദേശ ബന്ധങ്ങൾ, വിദേശത്തിൽ കൂടെയുള്ള വ്യാപാരങ്ങളും ഒക്കെ അതിനൊക്കെയും, അതുപോലെ ഗവേഷണം, പബ്ലിഷിംഗ്, അത് പുസ്തക പ്രസാധനമോ അല്ലെങ്കിൽ മറ്റ് പല തരത്തിലുള്ള പ്രസാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും അത് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്ന് ഒരു ഭാഗ്യമുണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. നമ്മുടെ ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള ഒരു ഉപദേശവും അവരുടെ അനുഗ്രഹവും ആശിസ്സുകളും കിട്ടാനും സാധ്യതയുണ്ട്. ധനപരമായിട്ട് സ്ഥിതി കുറച്ച് മെച്ചപ്പെടും. ഇവർക്ക് ചിലവുകൾ പലതും ഉണ്ടാകാം. പ്രത്യേകിച്ച് പഠനത്തിന് വേണ്ടിയിട്ടോ ഗവേഷണത്തിന് വേണ്ടിയിട്ടോ യാത്രകൾക്ക് വേണ്ടിയിട്ടും ധനം ചിലവ് ചെയ്യേണ്ടി വരും. എങ്കിലും സാമാന്യേന ധനസ്ഥിതി മെച്ചപ്പെടുക തന്നെയാണ് ഉണ്ടാവുക. ഈ പറയുന്ന യാത്രകൾക്കോ ഗവേഷണത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ധനവിനിയോഗം പോലും ഭാവിയിലേക്ക് ഗുണപരമായിട്ട് മാത്രമേ ഭവിക്കുകയുള്ളൂ. ആരോഗ്യപരമായിട്ട് പൊതുവേ നല്ല ആരോഗ്യമാണെങ്കിലും യാത്രകൾ മൂലമുണ്ടാകുന്ന ചില സന്ധിവേദന മുതലായിട്ടുള്ള കാര്യങ്ങൾ, വാദസംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഉള്ളവർ, അങ്ങനെ ആ രോഗം സ്വതവേ ഉള്ളവർ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയും അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കുടുംബപരമായിട്ട് ഗുരുസ്ഥാനീയരായിട്ടുള്ളവർ, പിതാവ്, പ്രപിതാമഹി അങ്ങനെയുള്ള ഗുരു വര്യന്മാരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അനുഗ്രഹമുണ്ടാകും. അവരുമായിട്ട് അവരുടെ അനുഗ്രഹാശിസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുടുംബാന്തരീക്ഷം വളരെ സന്തോഷകരമായിരിക്കും. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവന് അഭിഷേകം നടത്തുന്നതും, അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച ദിവസം വിഷ്ണുവിന് മഞ്ഞ പുഷ്പങ്ങളെ കൊണ്ട് ഉള്ള അഥവാ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലം നൽകുന്നതാണ്.